എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് കർണൻ എന്ന് പറയുന്ന ഒരു മഹാരഥനായ ഒരു ചക്രവർത്തിയുടെ കഥ പറയാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നാം പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സങ്കടങ്ങൾ, കുന്തിപുത്രനായി ജനിച്ചെങ്കിലും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകൾ, ദുഃഖങ്ങൾ ചില്ലറയല്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജനനത്തിലൂടെ കഥയിലേക്ക് കടക്കാം. കുന്തിഭോജ രാജാവിൻ്റെ വളർത്തുപുത്രിയായ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്നും ലഭ്യമായ പുത്രൻ ആണ് കർണൻ എന്നുള്ള കഥ നിങ്ങൾക്കെല്ലാം അറിയാം. ഒരിക്കൽ കുന്തിഭോജ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായ കുന്തിയായിരുന്നു. സന്തുഷ്ടനായ അദ്ദേഹം എന്തു ചെയ്തു? കുന്തിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവ ഓരോന്നും ഏത് ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ദേവതയിൽ ഒരു മകൻ ജനിക്കും എന്നുള്ളതാണ്. എന്നാൽ പ്രായത്തിൻ്റെ പക്വതക്കുറവും ആകാംക്ഷയും കാരണം കുന്തി ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് രജസ്വലയായിരുന്ന അവൾ 5 മന്ത്രങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു സൂര്യദേവനെ ആവാഹനം ചെയ്തു. മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി. അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി. കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാവാഹനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു. ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആവാഹനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേണപേക്ഷിച്ചു. സൂര്യദേവൻ ഇത് കേട്ട് കോപിഷ്ഠനാവുകയാണ് ഉണ്ടായത്. ആവാഹനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്ന അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിൻ്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്ന് മേൽക്കേണ്ടതായി വരുമെന്നും കുന്തിദേവിയുടെ പിതാവും മന്ത്രം ഉപദേശിച്ച മുനിവര്യനും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യദേവൻ പറയുകയുണ്ടായി. ഭയന്നുപോയ കുന്തിദേവി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തൻ്റെ കന്യകത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോത്പാദനം ചെയ്തു കൊള്ളാനും അങ്ങനെ ഉണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാ